ധന്യമീ ജീവിതത്തിൽ ഇന്ന് സംസാരിക്കുന്നത് എറുമ്പുകളെ കുറിച്ച് ആണ്. എറുമ്പുകളെ കുറിച്ച് ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്. ആ മാറ്ററേ അല്ല ഇന്ന് പറയുന്നത്. നാം വിചാരിക്കുന്നത് എറുമ്പുകൾ സംസാരിക്കുന്നില്ല എന്നാണ്. എറുമ്പുകൾ സംസാരിക്കുന്നുണ്ട്. അതിസൂക്ഷ്മമാണ്. പല ജീവജാലങ്ങളും സംസാരിക്കുന്നത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ഒരു മുട്ടുസൂചി താഴെ വീണ ശബ്ദം ഉണ്ടാവില്ലേ? നമ്മൾ കേൾക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല. ഏറ്റവും കൂടിയ ശബ്ദം, ഈ സമുദ്രം ഉൾപ്പെടെ ഭൂമി മുഴുവൻ കറങ്ങുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. ഏറ്റവും ചെറുത് കേൾക്കില്ല, വലുതും കേൾക്കില്ല. മുട്ടുസൂചി വീണ ശബ്ദം കേട്ടിട്ട് ആ ശബ്ദം കൊണ്ട് മൃതി അടയുന്ന അണുക്കൾ ഉണ്ടെങ്കിൽ നമുക്കതൊന്നും അറിയില്ല. എറുമ്പുകളുടെ ഭാഷ അറിയുന്നവർ ഉണ്ടായിരുന്നു ഭാരതത്തിൽ. കേകേയ രാജാവിന് അറിയുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഓടത്തിരിക്കുമ്പോ കുറച്ച് എറുമ്പുകൾ കൂടി നിന്നിട്ട് തമാശ പറയാണ്. അദ്ദേഹം ചിരിച്ചു. കൈകേയിയുടെ മാതാവ് കണ്ടുകൊണ്ട് വന്നു. എന്തിനാ നിങ്ങൾ ചിരിച്ച് എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞില്ല. പറയാതിരിക്കാനുള്ള കാരണം പറയരുത് എന്നാണ്. അതിസൂക്ഷ്മമായിട്ടുള്ള രഹസ്യങ്ങള് ഭാര്യയോടാണെങ്കിലും പറയരുത്. അനവധി സൂക്ഷ്മ രഹസ്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിങ്ങനെ വിളിച്ചു പറയാനുള്ളതല്ല. അത് വിളിച്ചു പറഞ്ഞാൽ ഈ വ്യക്തിയിൽ തന്നെ മറവി രോഗം മുതൽക്ക് പല പ്രശ്നങ്ങളും കോംപ്ലിക്കേഷനും ഉണ്ടാകുമെന്നുള്ളതിന്റെ കഥാരൂപമാണ്. അത് പറഞ്ഞാൽ തല പൊട്ടിത്തെറിക്കുന്നത്. അല്ലാതെ തല അങ്ങോട്ട് വന്നിട്ട് ഒരു അമിട്ട് പൊട്ടണമാതിരി പൊട്ടിത്തെറിക്കാന്നല്ല. ഇത് ഭാരതീയയുടെ ഒരു പ്രത്യേകതയാണ്. തല പൊട്ടിത്തെറിക്കിച്ചാൽ അത് പുറത്തു മിണ്ടരുത്, തല അങ്ങോട്ട് പൊട്ടിത്തെറിക്കാന്നല്ല. അത് പറയാൻ നിർവാഹമില്ലാത്തതാണ്. കൈകേയിയുടെ മാതാവിനെ മിണ്ടാതെ ഇരുന്ന് ഇദ്ദേഹത്തിൽ നിന്ന്, ഭർത്താവിൽ നിന്ന് പഠിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഓറ മുതൽക്ക് പലതും ഇന്ന് കണ്ട് മനസ്സിലാക്കുന്നവർ ഉണ്ട്. തല പൊട്ടിത്തെറിച്ചാലും വേണ്ടില്ല, എനിക്ക് പറഞ്ഞു തരണം പറഞ്ഞപ്പോ പോയി ജോലിയാക്കാൻ പറഞ്ഞു. ഇത് സുമന്ത്രർ, നല്ല കാര്യം മന്ത്രിക്കുന്ന ദശരഥന്റെ മന്ത്രി ഒരു തവണ പറഞ്ഞു, കൈകേയി മാതാവ് ഇങ്ങനെയൊക്കെ പറയുമ്പോ അമ്മയുടെ സ്വഭാവമാണ്, അതെനിക്കിപ്പോ ആ വരം തരാൻ മനസ്സില്ല എന്ന് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാമായണ കഥ ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. പറഞ്ഞു വരുന്ന വിഷയം, എറുമ്പുകൾ സംസാരിക്കുന്നുണ്ട്. തള്ള എറുമ്പിന് ഒന്നും നിർവാഹമില്ല, കഴിക്കാൻ ആഹാരമില്ല. മക്കള് പറയണു, അമ്മയെ ഞങ്ങൾക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യ. എവിടുന്നെങ്കിലും ഒരു വറ്റ് എവിടുന്നാ കിട്ടുക? നമ്മൾ ആഹാരം കഴിക്കുന്ന വാഷ് ബേസിന്റെ അവിടത്തെ ഒരു വറ്റട്ട കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും മക്കൾക്കും കുശാലായി. അങ്ങനെ വിശന്ന് നിൽക്കുമ്പോ വാഷ് ബേസിന്റെ ഒരു ഭാഗത്ത് ആദ്യം ആഹാരം കഴിച്ചാൽ കാരണവരുടെ കയ്യിലത്തെ ഒരു വറ്റ് ഒരു ഭാഗത്ത് തങ്ങി പോകും. എല്ലാവർക്കും സന്തോഷമായി. മക്കളെ വരൂ, നമുക്ക് വയറിറച്ച് തിന്നാം. വയറിറച്ച് തിന്നാൻ ബാക്കിയുള്ള നമുക്ക് എടുത്തേക്ക് ചെയ്യാം. ഒരു വറ്റ് മുഴുവൻ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ തള്ളയും മക്കളും കൂടിയിട്ട് അത് തിന്നുകയാണ്.
ഇത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഥാനായകൻ ആഹാരം കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടി ചെല്ലുന്നത്. കാണുന്ന കാഴ്ച എന്താ? വാഷ് ബേസിന്റെ ഒരു ഭാഗത്ത് കുറെ എറുമ്പുകൾ. ആ വാഷ് ബേസിൻ ഓൺ ചെയ്താൽ തള്ളയും മക്കളും ആ വറ്റും എല്ലാം കൂടിയിട്ട് വെള്ളത്തിൽ പോയി എത്ര മരണം ഉണ്ടാവും. കഥാനായകന് തോന്നി ഇത് പാപമാണ് ചെയ്യണത്. തൽക്കാലം അവിടെ കൈ കഴുകാതെ ഭാര്യ പാത്രം കഴുകുന്ന പൈപ്പിന്റെ അടുത്തേക്ക് വന്നു. അവിടെ വാഷ് ബേസിനുള്ളപ്പോ ഇവിടെ കൈ കഴുകാൻ നിൽക്കണമെന്നുകൊണ്ട് ഭാര്യ ചീത്ത പറഞ്ഞു. ഇയാളൊന്നും മിണ്ടിയില്ല. ഇതൊക്കെ ഇപ്പൊ വിസ്തരിക്കണ്ടേ? തള്ളിയും മക്കളും കൂടി ആഹാരം കഴിക്കുകയെന്ന്. ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും അവര് സംസാരിക്കുന്നുണ്ട്, എറുമ്പുകൾ സംസാരിക്കുന്നുണ്ട്. എറുമ്പുകൾ കൂടാതെ വൃക്ഷങ്ങളും സംസാരിക്കുന്നുണ്ട്. ഒരു തവണ ലാട്രിൻ ചെന്നിരുന്നപ്പോ കാണുന്ന കാഴ്ച ഒരു കൂറ ചത്തു കിടക്കുന്നു. ആ കൂറയുടെ ജഡം കൊണ്ടുപോകാൻ വേണ്ടി ആയിരക്കണക്കിന് എറുമ്പുകൾ, ഒന്നും രണ്ടുമല്ല. ഈ ആയിരക്കണക്കിന് എറുമ്പുകൾ എങ്ങനെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു? എല്ലാവരും വരെ നിങ്ങൾ സംഘടന ഒക്കെ ഒരേ ജനുസ് എറുമ്പുകളാണ്. ഒരു ഊത്ത് ഊതിയാൽ 1000 എറുമ്പും പറക്കും. ഭാരം കൊണ്ടൊന്നുമില്ല. 1000 എറുമ്പുകൾ കൂടിയിരുന്നാലും നമ്മളൊരു ഊത്ത് ഊതിയാൽ എല്ലാ എറുമ്പും പറന്നു പോകും. ഇവർക്ക് എത്ര ചെറിയ മസ്തിഷ്കമായിരിക്കും, അല്ലെങ്കിൽ എത്ര ചെറുതെന്ന് പറയാൻ കഴിയാത്ത എറുമ്പ്. 1000 എണ്ണം ലൈനായിട്ട് വന്നിരിക്കണു. ഓരോരുത്തർക്കും ഡ്യൂട്ടി കൊടുത്തിരിക്കണു. ഈ ജഡം വലിച്ചു കൊണ്ടുപോകേണ്ട സ്ഥലം അവർ സങ്കല്പിച്ചിട്ടുണ്ട് എല്ലാവരും മനസ്സിൽ. പലരും പല ഭാഗത്ത് നിന്നിട്ട് കടിച്ച് വലിക്കുകയും ഉയർത്തുകയും പൊത്തുകയും ചെയ്യുന്ന വലിയൊരു പണിയാണ് ചെയ്യുന്നത്. എല്ലാവരും വയറ്റുപഴപ്പാണ്. ഇവര് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ സംസാരിക്കുന്നില്ലേ? നമുക്കറിയാത്ത ഭാഷയാണെന്നേ ഉള്ളൂ. അറിയാത്ത ഭാഷ വെച്ചാൽ അത്രയും ലോ വൈബ്രേഷൻ നമുക്ക് അംഗീകരിക്കാൻ കേൾക്കാൻ നമുക്ക് കഴിയില്ല. ഈ വന്നിരിക്കുന്ന വ്യക്തി വിചാരിച്ചു ഒരു ഊത്തൂതിയ പറക്കും. ഒരു കോപ്പ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ ഈ ചത്ത കൂറയുടെ ജഡവും 10,000 എറുമ്പുകളും കൂടിയിട്ട് വെള്ളത്തിൽ കൂടെ പോകും. ആ കാഴ്ച അദ്ദേഹം നോക്കിയിട്ടുണ്ട്. ഇത്രയും എറുമ്പുകൾക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് അയാളുടെ മനസ്സ് സമ്മതിച്ചില്ല. അയാൾ വീണ്ടും നോക്കി. തൽക്കാലം അയാള് അവിടുന്ന് എണീറ്റ് പോന്നു. ഒന്നിൽ കൂടുതൽ ലേറ്റനുള്ള വീടാണെങ്കിൽ പോരാമല്ലോ. വൃക്ഷങ്ങളും ജീവജാലങ്ങളും എറുമ്പുകളും മുതൽക്ക് എല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സകലവരും. എന്റെ വിനയപൂയ അഭിപ്രായം പറഞ്ഞാൽ വ്യക്തമായിട്ട് അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ജഡം വന്നത് ഒരു എറുമ്പ് തിരിച്ചറിഞ്ഞുണ്ടാവും. എന്തുകൊണ്ട് അതിന്റെ പരിചയത്തിൽപ്പെട്ട ആ സംഘത്തോട് മാത്രം പറഞ്ഞു? പല വലിപ്പത്തിലുള്ള എറുമ്പുകളില്ലേ, കട്ടുറുമ്പ് എന്നൊരു വിഭാഗമല്ലേ. ഇത് മുഴുവൻ ഏറ്റവും നൈസ് എന്ന് പറയാൻ മതി കാറ്റത്ത് പറക്കുന്ന ടൈപ്പ് എറുമ്പുകൾ 10,000 അവര് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ആശയവിനിമയം നടത്തിയതിനു ശേഷം ഇന്ന ആളുകള് അവിടെ പോയിട്ട് ആ ജഡത്തിന്റെ അവിടെ എടുത്ത് അതിന്റെ കയ്യോ കാലോ പൊക്കുക, ബാക്കിയുള്ളവർ വഴി കാണിക്കും. ഓരോരുത്തർക്കും ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്നും അറിയില്ല. നമുക്കിതറിയാത്തോളം കാലം ഇങ്ങനെയൊന്നും ഇല്ലാന്ന്
സാധാരണഗതിയിൽ എറുമ്പുകളെ കാണുമ്പോൾ ശല്യം ബുദ്ധിമുട്ടല്ലേ, വെള്ളം അങ്ങോട്ട് ഒഴിക്കും. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കണ്ട് വലിയൊരു ശക്തി ഇതേമാതിരി ഒരു ഊത്തുകൂതിയാൽ ഒരു ജില്ലയിലെ ജനം മുഴുവൻ പടർന്നു പോവുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമില്ല. അങ്ങനെ വലിയൊരു ശക്തി ഉണ്ടാകാൻ നമ്മൾ അറിയുന്നില്ല. ആ ശക്തി വളർത്തുകയാണോ നമ്മളെയൊന്നും അറിയുകയില്ല. ശമ്പാല എന്നുള്ള നോവൽ എഴുതുമ്പോൾ ഞാൻ തന്നെ അന്യഗ്രഹ ജീവികൾ വളർത്തുന്നതല്ല മനുഷ്യനെ എന്ന് പറയാൻ കഴിയും. അങ്ങനെ ആരും വളർത്തുന്നില്ല. എന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഞാൻ അമേരിക്കയിലേക്ക് പോയി വന്നു. അമേരിക്ക വളരെ അകലുള്ള സ്ഥലമാണോ വലിയ ഗ്രഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ? അത് എറുമ്പുകൾക്കും പറയാമല്ലോ, രാവൽ അവിടെ പോയി വന്നു ഇവിടെ പോയി വന്നു എന്നൊക്കെ. പ്രപഞ്ചത്തിന്റെ ഒരു മഹാത്ഭുതത്തെ കുറിച്ച് ഇന്ന് ചിന്തിച്ചു എന്നേ ഉള്ളൂ. എല്ലാം അത്ഭുതകരമാണ്. നമ്മൾ ഒന്നും അറിയാത്തൊരു കുട്ടിയെപ്പോലെ ഇതൊക്കെ ദർശിക്കുക എന്ന് പറഞ്ഞ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.